പ്രോൺസ് മസാല. നന്നായി ക്ലീൻ ചെയ്ത് 800 ഗ്രാം ഫ്രഷ് പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ടെർമറിക് പൗഡർ ഇട്ട് നന്നായി ഇളക്കി മാറ്റി വെക്കുക. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം അതിലൊരു 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ ചേർക്കുക. അതിനുശേഷം കടുക് ചേർക്കുന്നു. കുറച്ച് വറ്റൽമുളക്, ഞാനിവിടെ 8 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 മീഡിയം സൈസ് സവാള നന്നായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പ്രോസസ്ഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ്. അതിനുശേഷം 2 നല്ല പഴുത്ത തക്കാളി ചോപ്പ് ചെയ്ത് ചേർക്കുന്നു. നന്നായി ഇളക്കി ചേർക്കുക. ഇതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോൾട്ട് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം പ്രോൺസ് മുങ്ങി കിടക്കാൻ പാകത്തിനായിട്ട് ചൂടുവെള്ളം നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കിത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു മണമുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.